അസ്സലാമലൈക്കും. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്താണ്. മഹത്തായ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ് ബിസ്മി. ബിസ്മിയുടെ മഹത്വം എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അലി റളിയല്ലാഹു പറയുന്നു, ഖുർആൻ വ്യാഖ്യാനം എഴുതാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ അതിലെ ഫാത്തിഹയിലെ ആദ്യ ആയത്തായ ബിസ്മിയിലെ ബായിന് മാത്രം 70 ഒട്ടകങ്ങൾ ചുമക്കാനുള്ള അത്രയും വ്യാഖ്യാനം ഉണ്ടായിരിക്കും. ബിസ്മിയും അള്ളാഹുവിന്റെ നാമവും മഹത്വവൽക്കരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും ബിസ്മി എഴുതപ്പെട്ട കടലാസ് ഭൂമിയിൽ നിന്ന് ഉയർത്തിയാൽ അവന് സിദ്ദീഖുകളിൽ എഴുതപ്പെടുകയും അവന്റെ മാതാപിതാക്കൾ ദോഷത്തിൽ ഇളവ് നൽകപ്പെടുകയും ചെയ്യുമെന്നും ഹദീസിൽ കാണാം. സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 നദികൾ വെള്ളം, തേൻ, പാൽ, കള്ള് ഉത്ഭവിക്കുന്നതും ബിസ്മിയിൽ നിന്നാണെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗയാത്രയിൽ ദർശിച്ചതായി ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്. ബിസ്മിയുടെ മീനിൽ നിന്ന് വെള്ളവും അള്ളാഹുവിന്റെ ഹായിൽ നിന്ന് പാലും റഹ്മാന്റെ മീനിൽ നിന്ന് കള്ളും റഹീമിന്റെ മീനിൽ നിന്ന് തേനും നദികളായി ഉത്ഭവിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നടന്ന ശേഷം അള്ളാഹു നബിയോട് പറഞ്ഞു, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും നിഷ്കളങ്കമായും ആത്മാർത്ഥതയോടെയും ഈ നാമങ്ങൾ കൊണ്ട് എന്നെ ഉയർത്തിയാൽ അവർക്ക് ഞാൻ ഈ നദികളിൽ നിന്ന് കുടിപ്പിക്കും. കൈസർ രാജാവിന് ഒരിക്കൽ തലവേദന ആസ്യമായ ചികിത്സകൾ ഫലിക്കാതെ വന്നപ്പോൾ തന്റെ അസുഖത്തിന് ചികിത്സ തേടി ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി. ആ കത്ത് കിട്ടിയ ഉമർ റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന് ഒരു തൊപ്പി അയച്ചു കൊടുത്തു. തൊപ്പി ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് തലവേദനയ്ക്ക് ശമനം വന്നു. തൊപ്പി ധരിക്കാതിരിക്കുമ്പോൾ തലവേദന വരുന്നതായും അനുഭവപ്പെട്ടു. ഇതിന്റെ കാരണം എന്തെന്നറിയാൻ തൊപ്പിക്കുള്ളിൽ പരതിയപ്പോൾ ബിസ്മി എഴുതിയ ഒരു കടലാസ് തൊപ്പിക്കുള്ളിലതായും അതാണ് തന്റെ രോഗശമനത്തിന് കാരണമാകുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ബിസ്മി ഓതിക്കൊണ്ട് നടത്തപ്പെടുന്ന ദുആ തട്ടപ്പെടുകയില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകളും സംഭവങ്ങളും ബിസ്മിയുടെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. ബിസ്മി 41 തവണ ഓതി ചെവിയിൽ ഓതിയാൽ പൈശാചിക ശല്യങ്ങളും ഭ്രാന്തും മാറിക്കിട്ടുന്നതാണ്. 786 തവണ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരുന്ന ശത്രുത നീങ്ങുകയും ആവശ്യങ്ങൾ സഫലീകൃതമാവുകയും ചെയ്യും. 1000 തവണ ദിവസേന ഓതുന്ന പക്ഷം അറസ്റ്റിൽ നിന്നും മോചനം ലഭിക്കും. 50 തവണ ധിക്കാരിയുടെയും അക്രമിയുടെയും മുന്നിൽ നിന്ന് ഓതിയാൽ അവനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്റെ വരുതിയിലാക്കി തരും. 21 തവണ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഓതിയ കവർച്ച, ദുർമരണം, പിശാചിന്റെ ശല്യം തുടങ്ങിയ നാശങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. 7 അതിൽ കൂടുതൽ ദിനങ്ങളിലോ 1000 പ്രാവശ്യം ബിസ്മി ചൊല്ലി മന്ത്രിച്ചാൽ എല്ലാ രോഗവും വേദനയും മാറിക്കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയായ ഒരാൾ ബിസ്മില്ലാഹി ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലും. അവയുടെ തസ്ബീഹ് കേൾക്കപ്പെടണമെന്നില്ല. റബ്ബിന്റെ അടിമകൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ സ്വർഗം ദുആ ചെയ്തുകൊണ്ട് പറയും, സൗഭാഗ്യത്തിന്റെ മംഗളങ്ങൾ ഇലാഹേ, നിന്റെ അടിമ ബിസ്മി ചൊല്ലിയിരിക്കുന്നു, അവനെ നരകത്തെ തൊട്ട് അകറ്റണേ, സ്വർഗത്തിൽ കടത്തണേ എന്ന്. ഈ ചെറിയ ഒരു ഇസ്മി നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.